എനിക്ക് ഈ നാട്ടിലെ യുവാക്കളോടും പറയാനുള്ളത് അതാണ്. എന്തിന് ഈ ഭാണ്ഡം നിങ്ങൾ ചുമക്കുന്നത്? ഈ 130 years ഓൾഡ് ഡാം നിങ്ങൾ എന്തിനു തലയിൽ വെച്ച് നടക്കും? അതൊരു ചോദ്യമാണ്. ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് സാറിന്റെ ഒരു വ്യൂ പോയിന്റിൽ? ഇപ്പൊ ആരും അങ്ങനെ പ്രതികരിക്കുന്നില്ലല്ലോ. എന്തായിരിക്കും അവർക്ക് ചെയ്യാൻ സാധിക്കുക ഇതില്? അതിന് നമ്മൾ തമിഴ്നാട്ടുകാരെ മാതൃകയാക്കണം. അവിടെ ജല്ലിക്കെട്ട് വിഷയം വന്നല്ല. ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സ്പോട്ട് തന്നെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് പറ്റില്ല. എന്നിട്ട് പോലും അവിടെ അത് തടയാനായിട്ട് കഴിഞ്ഞോ? ഇല്ല. അത് തമിഴന്റെ സംസ്കാരമാണ്. അവിടെ ആരും ഇതുപോലെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് ആൾക്കാർ മരിക്കുന്ന ഒരു വിഷയമാണ്. അവന്റെ സംസ്കാരത്തിന്റെ ഭാഗം, അവന്റെ തനിമയുടെ ഭാഗം, ആ ഭാഷയുടെ ഭാഗം ഒക്കെയാണ്. അവരത് പുനഃസ്ഥാപിച്ചില്ലേ? എന്ന് രാജ്യത്തെ നിയമം നേരെ എതിരായിട്ട് പോലും അവർ പുനഃസ്ഥാപിച്ചു. എവിടെ തുടക്കാന്നറിയോ? വെറും ഒരു സ്റ്റിക്കറേല തുടക്കം. കുട്ടികൾക്ക് ജല്ലിക്കെട്ട് പുനഃസ്ഥാപിക്കുക എന്ന് എഴുതിയിട്ട് ഒരു സ്റ്റിക്കർ കൊടുത്തു. അത് സ്കൂളിൽ തരംഗമായി, കോളേജുകളിൽ വന്നു. അതൊരു സമരത്തിന്റെ പ്രവാഹമായി. ജനങ്ങൾ മുഴുവനും മറീന ബീച്ചിലേക്ക് ഓടിക്കൂടി. അവിടുത്തെ സകല രാഷ്ട്രീയക്കാരും അങ്ങോട്ട് വന്നു. അപ്പോൾ ജല്ലിക്കെട്ട് വിഷയത്തിന് തമിഴ്നാടിന് അനുകൂലമായൊരു തീരുമാനം ഉണ്ടായി. നമ്മുടെ നാട്ടിലും സമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. നമ്മൾ സമരം നടത്തി. സമരപന്തലിലേക്ക് കേരളത്തിലെ എല്ലാവരും ഓടിയെത്തി. കുറെ നാൾ കഴിഞ്ഞപ്പോ സമരസമിതി നേതാവ് പോലും ഇല്ല. ഓടിയെത്തിയ രാഷ്ട്രീയ നേതാക്കളില്ല. സമരം അവിടെ അവസാനിച്ച്.